ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വണ്ടി എൻ റൂട്ടില് FPS അടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ FDSല് മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുള്ള പാനൽസ് ആണ് ഉള്ളത്. ഒന്ന് മെയിൻ പാനലായ വെസ്റ്റ പാനൽ, രണ്ട് ഈ വെസ്റ്റ പാനലിന് സപ്ലൈ കൊടുക്കുന്ന 24 വോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പവർ സപ്ലൈ പാനൽ. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് FDS പാനൽ ആകുന്നത്. ഇനി ഒരു വണ്ടി FDS അടിച്ചു എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് 3 റീസൺസ് ആണ് ഉള്ളത്. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ 3 ലൈറ്റും ഓൺ ആണോ അല്ലെങ്കിൽ ഈ വെസ്റ്റ പാനൽ ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കണം. അതായത് ഇവിടെ പവർ ഓൺ LED, ബ്രേക്ക് വാൽവ് പവർ ഓൺ LED, ബ്രേക്ക് വാൽവ് കണക്റ്റഡ് LED എന്നിങ്ങനെ 3 LED ഉണ്ടായിരിക്കും. ഈ 3 LED ഓൺ ആണെങ്കിൽ, അതായത് ഈ 3 LED ഓൺ ആണെങ്കിൽ നമുക്ക് ഈ സിസ്റ്റം ഓൺ ആണെന്ന് പറയാൻ പറ്റും. ഒന്നാമത്തെ കണ്ടീഷൻ, ഈ സിസ്റ്റം ഓഫ് ആയി പോകുമ്പോൾ FDS അടിക്കും. അങ്ങനെ ഓഫ് ആയി പോകാൻ പ്രധാനപ്പെട്ട കാരണം ഇതിലോട്ടുള്ള പവർ സപ്ലൈ നിൽക്കുമ്പോഴാണ് ആ സിസ്റ്റം ഓഫ് ആയി പോകുന്നത്. പവർ സപ്ലൈ നിൽക്കാനുള്ള മെയിൻ റീസൺ, ഒന്ന് നമ്മുടെ കോച്ചിന്റെ വോൾട്ടേജിൽ നിന്ന് 110 സപ്ലൈയിൽ നിന്നായിരിക്കും നമ്മൾ ഇതിലേക്ക് സപ്ലൈ എടുക്കുന്നത്. അപ്പോൾ ആ സപ്ലൈക്കുള്ള MCB ഓഫ് ആണോ നോക്കുക. ഇപ്പൊ നോക്കുമ്പോൾ ഈ കോച്ചില് 113 വോൾട്ട് ഉണ്ട്. അപ്പൊ 113 വോൾട്ടുള്ള ഇതില് MCB, FDSനായിട്ട് ഒരു MCB ഉണ്ട്. ഈ MCB ഓൺ പൊസിഷനിലാണോ എന്ന് നോക്കുക. ഈ MCB ഓൺ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ പവർ സപ്ലൈക്കകത്ത് സപ്ലൈ ഓൺ എന്നൊരു ലൈറ്റ് കത്തുന്നുണ്ടായിരിക്കും. നമ്മൾ MCB ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ സപ്ലൈ ഓൺ കട്ടാവുകയും ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ ബാറ്ററിയുടെ ചാർജും തീർന്നിട്ട് സിസ്റ്റം മൊത്തം ഓഫായി പോവുകയും FDS അടിക്കുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഈ സിസ്റ്റത്തില് അലർട്ട്, ആക്ഷൻ, ഫയർ ഓൺ എന്നിങ്ങനെ 3 LED ഉണ്ടായിരിക്കും. അപ്പോ കോച്ചിന്റെ ഏതെങ്കിലും ഭാഗത്ത് LED സ്മോക്ക് ഉണ്ടായാൽ ഈ 3 LED ബ്ലിങ്ക് ആവും. ഈ 3 LED കത്തുമ്പോൾ നമ്മളെ കോച്ചില് സ്മോക്ക് എവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മീനിങ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തില് ബ്രേക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഇപ്പോ വണ്ടി വന്ന് നോക്കുമ്പോൾ, നമ്മൾ ഈ പാനലിന്റെ അവിടെ വന്ന് നോക്കുമ്പോൾ ഇത് കണക്ക് അലർട്ട്, ആക്ഷൻ, ഫയർ ഓൺ എന്നിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഈ കോച്ചിൽ എവിടെയോ ഫയർ ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ബ്രേക്ക് അപ്ലൈ ആയത്. ഇപ്പൊ ഇവിടെ നമുക്ക് വേറൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ റീസെറ്റ് ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ ഇതങ്ങ് റീസെറ്റ് ആയിക്കോളും. താഴെ വഴി എയർ റിലീസ് ആവുന്ന നിൽക്കുകയും ചെയ്യും. നമ്മൾ താഴെ പോയി വാൽവ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റീസെറ്റ് ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ മതി. ഈ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ടും മാറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ താഴെ പോയി വാൽവ് ക്ലോസ് ചെയ്യേണ്ടത്. നമ്മൾ മുകളിൽ റീസെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ താഴെ വന്ന് കോച്ചിന്റെ സൈഡിൽ ഈ ഒരു സ്റ്റിക്കർ എവിടെയാന്ന് നോക്കുക. ഈ സ്റ്റിക്കർ ഉള്ള ഇടത്തായിരിക്കും നമ്മുടെ വാൽവ് പ്ലേസ് ചെയ്തേക്കുന്നത്. സ്റ്റിക്കിന്റെ താഴെ നോക്കുമ്പോൾ ഇതുപോലൊരു വാൽവ് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ബ്രേക്ക് വാൽവ്. അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഐസൊലേറ്റിംഗ് ക്ലോക്ക് ഉണ്ടായിരിക്കും. നമ്മൾ മുകളിലെ വെസ്റ്റ പാനലിൽ റീസെറ്റ് ആയില്ല, അല്ലെങ്കിൽ സിസ്റ്റം മൊത്തം ഓഫ് ആണ് എന്നീ കണ്ടീഷൻസിലാണെങ്കിൽ നമ്മൾ എയർ പൊക്കോണ്ടേയിരിക്കും. ആ സമയത്ത് നമുക്ക് ഫൈനൽ സൊല്യൂഷൻ ആയിട്ട് ഇത് അടച്ചു വെക്കാം. റീസെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ. റീസെറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട കാര്യമില്ല, ത്രൂവിൽ തന്നെ വണ്ടി വിടാവുന്നതാണ്. ഇനി മൂന്നാമതൊരു കണ്ടീഷൻ, അതായത് സിസ്റ്റം ഓൺ ആണ്, അതായത് പവർ ഓൺ LED ഓൺ ആണ്, അലർട്ട്, ആക്ഷൻ, ഫയർ ഓൺ എന്നിങ്ങനെയൊന്നും ഇല്ല, എന്നിട്ടും FDS ആക്ടിവേറ്റ് ആയി എന്നുണ്ടെങ്കിൽ ഈ മുകളിലുള്ള 2 LED, ബ്രേക്ക് വാൽവ് പവർ ഓൺ LEDയും ബ്രേക്ക് വാൽവ് കണക്റ്റഡ് LEDയും ഓൺ ആണോ നോക്കുക. കാരണം ഈ 2 LED ബ്രേക്ക് വാൽവിലോട്ടുള്ള കണക്ഷൻ ഉറപ്പുവരുത്തുന്നത്. ഈ 2 LED അണഞ്ഞു പോയാൽ അതിനർത്ഥം ബ്രേക്ക് വാൽവിലോട്ട് കണക്ഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത് കണ്ടീഷൻ വരുന്നത്, താഴോട്ടുള്ള കണക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഈ 2 LED ഓഫ് ആവുന്നതായിരിക്കും. അതുകൂടി ചെക്ക് ചെയ്യുക. നമുക്ക് പൊതുവെ ഇന്ത്യൻ റെയിൽവേസിൽ FDS നൽകുന്നത് 4 കമ്പനീസ് ആണ്. സാൻഡ്രോക്ക്, ഫോക് പ്രോ, JK എക്സിം, അഡ്വാൻസ് ഹൈടെക്. ഇത് 4 കൂടുതലും കണ്ടിട്ടുള്ളത്. ഈ സാൻഡ്രോക്ക് എന്റർപ്രൈസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇതുപോലെ തന്നെയായിരിക്കും ഫോക് പ്രോയിലും. രണ്ടിന്റെയും പാനലും സെയിം ആയിരിക്കും. ഈ കാണിച്ച ഫങ്ഷൻസും സെയിം തന്നെ ആയിരിക്കും. ഞാൻ മുൻപ് പറഞ്ഞത് സാൻഡ്രോക്ക് കമ്പനിയെ പറ്റിയാണ്.
അതുപോലെ ഫോക്ക് പ്രോ ഉണ്ട്, JK എക്സിം ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് JK എക്സിം കമ്പനിയുടേത്. അതിന്റെ വെസ്റ്റ പാനൽ, അതിന്റെ പവർ സപ്ലൈ. അപ്പോൾ പവർ സപ്ലൈ കാണുമ്പോഴത്തേക്ക് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷേ ഫംഗ്ഷൻസിന് യാതൊരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല. ഇതിനൊക്കെ നമുക്കിവിടെ റീസെറ്റ് ബട്ടൺ കാണാൻ കഴിയും. റീസെറ്റ് ബട്ടൺ വർക്ക് ആയില്ലെങ്കിൽ മാത്രമേ താഴെ വാൽവ് ക്ലോസ് ചെയ്യാവുള്ളൂ. ഇതിനും താഴെ ഒരു വാൽവ് ഉണ്ടായിരിക്കും. ഇതാണ് പവർ സപ്ലൈ. 2 ബാറ്ററി ഉണ്ടാവും. 110 സപ്ലൈ കോച്ചിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അത് കട്ടാകുമ്പോഴായിരിക്കും ബാക്കി ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുക്കുന്നത്.